മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4,43,000 വീട് വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിലായി വെച്ചു എന്നുള്ള എൻ്റെ അവകാശവാദം യമണ്ടൻ നുണയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 4,000 വീടേ ആകെ വെച്ചിട്ടുള്ളൂ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഞാൻ പറഞ്ഞത് ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളിലായിട്ടാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിരുന്നത്. ഒന്ന് പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതി, പട്ടികവർഗക്കാരുടെ പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി, ലോക്കൽ ഗവൺമെൻറ്റുകളുടെ പദ്ധതി, ഇത്രയും പദ്ധതികളാണ് എന്നുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പേരിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന് വെച്ചതെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പിണറായി സർക്കാരിലെ മന്ത്രിമാർ നൽകിയ മറുപടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവസാനം നമുക്ക് നോക്കാം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ നുണ പറഞ്ഞത്, ഞാനാണോ നുണ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 16/5/2017 തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ KT ജലീലിനോട് ചോദിച്ച ചോദ്യത്തിന് ചോദ്യം നമ്പർ 4003 ഉത്തരമായി 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, ആ ഉത്തരവുണ്ട്. 2,75,000 വീട് അപ്പം തന്നെയായി. ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീടുകളും പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി AK ബാലൻ 30/6/2016 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം. ഫിഷറീസ് വകുപ്പിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വീടായി 4,58,976 ഇപ്പോൾ. കാരണം വേറെയും കുറച്ച് കണക്ക് കൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിന്റെ നിയമസഭയിലെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 2011-12 മുതൽ 15-16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലന്റെ മറുപടി, നിയമസഭയിലെ ഉത്തരം, AK ബാലന്റെ ഉത്തരം. അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ക് കൃത്യമായിട്ട് എത്രയോ വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ. അപ്പം ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുമോ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്? അപ്പം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്ര പറയൂലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പം നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ പറയും ജമായത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പം ഞാൻ ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ നുണ പറഞ്ഞ ആദ്യം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് നുണ പറഞ്ഞു.
ആ നുണ ഇപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങളുള്ളതുകൊണ്ട് ക്യാമറ ഇപ്പം എനിക്ക് നുണ പറയാൻ പറ്റുമോ? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെടുത്ത് പറയും. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പോൾ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പം ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4000 വീഡിയോ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറും എന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല. നല്ല പ്രായമായുള്ള ആളുകളെന്ന് ഞാൻ അപമാനിച്ച് ഒരു വാക്ക് പോലും പറയില്ല. അതുകൊണ്ടാണ് എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ പ്രായം, എൻ്റെ പ്രായമാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ.